അതെല്ലാം എല്ലാം കൂടി പരിശോധിച്ചോട്ടെ, പുതിയതും പഴയതും എല്ലാം കൂടി വരട്ടെ. അത് എല്ലാം കയ്യും കണക്കുണ്ടാവും. ഇന്നലെ പറഞ്ഞത് മറുപടി എല്ലാറ്റിനും കൃത്യമായി കയ്യും കണക്കും ഉണ്ടാവും. കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പൂർണ്ണമായ രൂപം വരും. രൂപം വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. പകുതിയായിട്ട് ചർച്ച ചെയ്യേണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കതിൻ്റെ അകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഏത് ഓഡിറ്റ് റിപ്പോർട്ട്? അല്ല, ആര് നടത്തിയ റിപ്പോർട്ടെന്ന് പറയുന്നത്? ആര്? സ്വകാര്യവൽക്കരണം. എന്താ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾ? എന്ത് സ്വകാര്യ ഓഡിറ്റാണ്? ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, എന്ന് കൃത്യമായ കണക്കല്ല. അത് എസ്റ്റിമേറ്റാണ്. അതിന് ശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം കാണിക്കേണ്ട കാര്യം? അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ്. അതിനോടൊന്നും മറുപടി വേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഇന്നും ഇന്നലെയും എല്ലാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളിയും അതുപോലെ തന്നെ കൊടിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന സ്ഥിതിയിൽ എങ്ങനെയെങ്കിലും ഇത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കാണെന്ന് ആർക്കാ അറിയാത്തത്? അതിന് അയ്യപ്പ സംഘം എന്നൊരു പേരും പറഞ്ഞിട്ട് ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ്. അത് വാർത്ത ശരിയായിട്ട് വരട്ടെ, വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ല. അതെ അല്ല, തെറ്റാണ്. അങ്ങനെ എഴുതിക്കോ. നാളെ ഒരു വാർത്തയും കൂടി വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.